ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് ഒരു ഇനീഷ്യൽ റിവ്യൂ പറയാൻ പോകും നമ്മുടെ നത്തിങ് ഫോൺ 3A ആണ്. ഇതെൻ്റെ ആദ്യത്തെ നത്തിങ് ഫോണാണ് കേട്ടോ. ഞാനിപ്പോൾ എല്ലാ ബ്രാൻഡും ഉപയോഗിച്ചു. ഇപ്പോൾ ഇത് ലാസ്റ്റ് ബ്രാൻഡായിരുന്നു നത്തിങ് എന്ന് പറഞ്ഞ സാധനം. അതും ഇപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നത്തിങ് ഫോൺ 3A ആണത്. 8GB 256GB മോഡലാണ്. ഇത് ആക്ച്വലി ഞാൻ സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. 5 ദിവസമായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. 22,000 രൂപയ്ക്ക് നമ്മൾ ഇൻക്ലൂഡിങ് അൾട്രാത്തിൻ കേസ്, പ്രീമിയം അൾട്രാത്തിൻ കേസ് 1000 രൂപ വരുന്ന കേസാണത്. നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ ചിലപ്പോൾ അറിയണ്ടാവില്ല. പക്ഷേ അത് യെല്ലോ ആവില്ല, ഹാർഡ് കേസാണ്, യെല്ലോ ആവില്ല, സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയണ്ടായിരിക്കും. അപ്പോൾ അതും കൂടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഫുൾ ബോക്സ് ഫുൾ ബില്ല് കേട്ടോ. അപ്പോൾ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട, അത് പറഞ്ഞത് മാത്രം. അപ്പോൾ ഇത് നമ്മൾ ഇനീഷ്യൽ റിവ്യൂ നമ്മൾ പറയാൻ പോകുന്നത്. ഇത് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു പ്രോസും കോൺസും പറഞ്ഞു പോവാം. അതിനു മുമ്പ് ഒരു ക്യുക്കായിട്ടുള്ളൊരു സ്പെസിഫിക്കേഷൻ വേണോ എന്നുവെച്ചാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമുക്ക് പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 3 വരുന്നുണ്ട്. അതുപോലെ തന്നെ 8GB 256GB മോഡലുണ്ട്, 8GB 128GB മോഡലുണ്ട്. 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 2160 ഹെർട്സിൻ്റെ PW ഡിമ്മിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1300 HBM വരുന്നത്. 3000 നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഡിസ്പ്ലേ ഒക്കെ നല്ല ഡിസ്പ്ലേ തന്നെയാണ് കേട്ടോ. പറയുമ്പോൾ ഞാൻ എല്ലാം കൂടി പറഞ്ഞു പോകാം. പക്ഷേ ചെറുതായിട്ട് ബെസൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നത്തിങ് ഫോൺ 3 എടുത്താലും ഈ ബെസൽസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾ അത് കാശ് കൊടുത്തിൽ പോയിട്ട് അവിടെ എടുക്കാൻ പോകണ്ട. പിന്നെ ഫിംഗർ പ്രിന്റ് താഴെയാണ്, അൾട്രാസോണിക് അല്ല ഒപ്റ്റിക്കലാണ്. പിന്നെ ഈ റേഞ്ചിലൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നല്ല ഫാസ്റ്റാണ് കേട്ടോ. അത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്. എക്സെപ്റ്റ് നിങ്ങൾ ഈ ഒരു ബെസലുണ്ടോ അത് ഒഴിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ അടുത്തത് നമുക്ക് പോകുകയാണെങ്കിൽ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറും ടോപ്പ് സോഫ്റ്റ്വെയർ തന്നെ എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. ഓൾമോസ്റ്റ് സിമിലർ സ്റ്റോക്ക് എക്സ്പീരിയൻസ് തന്നെ. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ എന്താ പറയുക, ഇതിൽ ആക്ച്വലി അത് എൻ്റെ Pixel 10 ആണ്. ഇതിൽ ആക്ച്വലി നമുക്ക് Android 16 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ് സെറ്റിംഗ് പേജും കാണാനൊക്കെ. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇവരെ അപ്ഡേറ്റ് പേജ് കാണിച്ചു തരാം. ഒരു വ്യത്യാസമില്ല, സെയിം ആണ് കേട്ടോ. സിസ്റ്റം അപ്ഡേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടു, സിമിലർ ആണ്, ഒരു വ്യത്യാസമില്ല. ഇതിൻ്റെ ചെറിയൊരു ഫോൺ ഡിഫറൻസും കാണാനൊക്കെ വരുന്നൊക്കെ എന്താ, അത് Android 16 ആണ്. അല്ലെങ്കിൽ തനി സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. എക്സെപ്റ്റ് കുറച്ച് ആപ്പുകളും അതുപോലെ തന്നെ ഇവരുടെ കുറച്ച് തീംസുകൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഒരു പരസ്യങ്ങളോ സംഭവങ്ങളോ ഇല്ല. ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു കിടിലൻ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പറയുമ്പോൾ 7S Gen 3 ഉള്ളൂ ഇതിൽ, എന്നിട്ട് പോലും നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ സോഫ്റ്റ്വെയർ സൈഡ് ആയിക്കോട്ടെ, ടോപ്പ് നോച്ചാണ്. 3 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ആൻഡ്രോയിഡ് OS അപ്ഡേറ്റ് നമുക്ക് ഇതിൽ കിട്ടും. Android 15 ആണ് വരുന്നത്, Android 16 കിട്ടും. അപ്പോൾ ഞാൻ ആക്ച്വലി എടുക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് ഞാൻ ഇതൊരു നത്തിങ് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് നത്തിങ് OS 4 കൂടി ഒന്ന് ട്രൈഡ് ഔട്ട് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇതിലേക്ക് ഈ 3A സീരീസിലേക്ക് ഒരു ബീറ്റ വേർഷൻ വന്നിട്ടില്ല. അതെന്ത് പരിപാടിയാണോ? 2A സീരീസുകൾക്കും നത്തിങ് ഫോൺ 3 അവർ കൊടുത്തേക്കുന്നത്. അത് എന്തിട്ട് വാങ്ങാതെ എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഞാൻ അതൊരു ബീറ്റ വേർഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ അപ്പോൾ അത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മെയിൻ സെൽ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 50-8 മെഗാപിക്സൽ ആണ്. ഫ്രണ്ടിൽ 32. നല്ല ക്വാളിറ്റി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. ഇൻക്ലൂഡിങ് അവരുടെ പ്രോസസ്സിങ് ആയിക്കോട്ടെ. ചെറിയൊരു ലാഗ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ലാഗ് കുറച്ച് സെക്കൻഡ്സ് വരുന്നുണ്ട് പ്രോസസ്സ് ആവാൻ. അതല്ലാണ്ട് വലിയ ഇഷ്യൂസും കാണുന്നില്ല. ഞാൻ എന്തായാലും ഫോട്ടോ സാമ്പിൾസും കാണാനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. 25 രൂപയുടെ താഴെ വരുന്നൊരു ഫോണാണ്. അപ്പോൾ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാം, പ്രത്യേകിച്ച് ക്യാമറ നോക്കുകയാണെങ്കിൽ. പിന്നെ നമുക്കിതിൽ Type-C വരുന്നത് 2.1. അതും നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഫ്രെയിമിൻ്റെ കാര്യം പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് തന്നെയാണ് വരുന്നത്. ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്, പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് വരുന്നത്. അപ്പോൾ സ്ക്രീൻ ഗാർഡ് ഓൾറെഡി ഇൻബിൽഡ് ഒരെണ്ണം വരുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾ കുറച്ച് ഹാർഡ് യൂസും കാണൊക്കെ ആണെങ്കിൽ ടെമ്പർ ഗ്ലാസ് വാങ്ങിച്ച് ഒട്ടിക്കായിരിക്കും. എന്താ വെച്ചാൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അത് ഇഷ്യൂസൊന്നുമില്ല. പിന്നെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് 50 വാട്ട് വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ബാറ്ററി ബാക്കപ്പ് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഉപയോഗിച്ചിട്ട് 5 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ഫുള്ളി സാധനം എന്താ പറയുക, ഒപ്റ്റിമൈസ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്ക് സുഖമായിട്ട് ഇപ്പോൾ കണ്ടില്ലേ 2 days ഒക്കെയാണ് നമുക്ക് കാണിക്കുന്നത്. ഒരു സ്ക്രീൻ ഓൺ ടൈം ഒക്കെ നമുക്ക് സുഖമായിട്ട് ഒരു 8 to 9 മണിക്കൂറൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ ബാറ്ററി പെർസെൻറ്റേജ്, ബാറ്ററി ഹെൽത്ത് ഫീച്ചറൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിലും ബാറ്ററി ഹെൽത്ത് ഫീച്ചറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. എല്ലാ നമുക്ക് എന്താ പറയുക ആൻഡ്രോയിഡിലും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് Android 16 ആണെങ്കിൽ എല്ലാത്തിലും വന്നിട്ടുണ്ട്. നമുക്ക് ആപ്പിളിൻ്റെ പോലെ അറിയാൻ പറ്റും എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന്. പിന്നെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കാണാനൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ബട്ടൺ വരുന്നുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കത് സേവ് ചെയ്യാൻ പറ്റും ഒരു ഫോൾഡറിൽ പോലെ. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോട്ട്സ് ചെയ്ത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വോയിസ് ആയിട്ട് സേവ് ചെയ്യാം.
അതൊക്കെ ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സ് തന്നെയാണ്. നമ്മുടെ എന്താ ബട്ടൺ ആയിക്കോട്ടെ നല്ല ടാക്ടൈലാണ്. ഞാൻ ആക്ച്വലി ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നത്തിങ് ഫോൺ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സിം ഇടണം, ഇന്ത്യൻ സിം ഇടണം. ഞാൻ BSNL സിം ഇട്ടുണ്ടായിരുന്നത്. സിം റേഞ്ച് ഇഷ്യൂസ് ആണൊന്നുമില്ല, വൈഫൈ ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ കറണ്ട്ലി സിം ഇല്ല കണ്ടു. വൈഫൈ ഇഷ്യൂസോ റേഞ്ച് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നെറ്റ്വർക്ക് ക്വാളിറ്റി ഒന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ കോൾ ക്വാളിറ്റിയും ഒരു പ്രശ്നവുമില്ല, നല്ല ക്വാളിറ്റി തന്നെയാണ്. സ്പീക്കർ ക്വാളിറ്റിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൗഡ്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ക്ലിയറും വരുന്നുണ്ട്. മീഡിയ കൺസ്പെഷൻ ആയിക്കോട്ടെ ഡിസ്പ്ലേ നല്ലതാണ്. ഗെയിമിങ്ങിനായിക്കോട്ടെ, ഗെയിമിങ്ങിന് പക്ഷേ ഈ പ്രൊസസ്സറിൽ വലിയ കാര്യമൊന്നും പറ്റില്ല, പക്ഷേ അത്യാവശ്യം കുറച്ചൊക്കെ കളിക്കാം, ഒരു പ്രശ്നവുമില്ല. പിന്നെന്താ നമുക്ക് ഒരു ക്വിക്കായിട്ടൊരു ഇനീഷ്യൽ റിവ്യൂവിൽ പറയാനുള്ളത്, പിന്നെ ക്യാമറ പറഞ്ഞു, നമ്മൾ ഡിസ്പ്ലേ പറഞ്ഞു, അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ IP64 വരുന്നുള്ളൂ, അതൊരു നെഗറ്റീവാണ്. IP68 ഒക്കെ ഇപ്പോഴത്തെ ഈ പ്രൈസിൽ വരുന്നുണ്ട്, അത് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് പറയാം. പിന്നെ നെഗറ്റീവാണെന്ന് പറയുന്നത് പിന്നെ ഈ ബെസലാണ്, ഈ ഇതിൻ്റെ കണ്ടു യൂണിഫോം ബെസലാണ്, പക്ഷെ എന്നാലും നമുക്കൊരു ബെസൽ കാണാൻ പറ്റും കണ്ടു. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഫോണിൽ അങ്ങനെ ബെസൽ കാണുന്നത് കുറവാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറഞ്ഞത്. 20,000 താഴെ എസ്പെഷ്യലി 25,000 മുകളിലൊക്കെ ഉള്ളത് നമുക്ക് ഇപ്പോഴും നല്ല ഫുൾ ബെസലായിട്ടുള്ള ഫോണുകളാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറഞ്ഞത് മാത്രമല്ലോ. ഡിസ്പ്ലേ ഉള്ളത് നല്ല ഡിസ്പ്ലേ കാരണം ഈ സെയിം ഡിസ്പ്ലേ തന്നെയാണ് 3ലും വരുന്നത്. ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ, ഈ ബെസല സംഭവം അതിലും വരുന്നുണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ട് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ ഉള്ളത്, ഈ ഒരു യൂസർ എക്സ്പീരിയൻസ് ടോപ്പിന് വെച്ചാണ്, ഒരു ആഡോ സംഭവങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതെടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ ഈ റേഞ്ചിൽ നിങ്ങൾക്ക് ഏതിലെടുത്ത് നോക്കി കഴിഞ്ഞാലും ആഡ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതെടുത്ത് പറയുന്ന സംഭവം തന്നെയാണ്. പിന്നെ ബാറ്ററി ചാർജിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 1 hour എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ആവാൻ. 50 വാട്ടാണ് മാക്സിമം നമുക്ക് ഇതിൽ ചാർജിങ് സപ്പോർട്ട് വരുന്നത്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഇതിൽ 2 നാനോ സിം പറ്റും, ഈ സിം സപ്പോർട്ടും കാണാനൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെന്താ പിന്നെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം പറയുന്നിരിക്കുന്നു. ബോക്സിൽ കേബിൾ മാത്രമേ ഉള്ളൂ, ചാർജറും സംഭവമൊന്നും ഇല്ല. PD ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത് 50 വാട്ടിൻ്റെ. നിങ്ങൾക്ക് ഏതെങ്കിലും PD ചാർജിങ് ഉപയോഗിക്കാം. പിന്നെന്താ, പിന്നെ വലിയ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ഇനീഷ്യലി നമുക്ക് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 രൂപയുടെ 25 താഴെ നിങ്ങളൊരു ഫോൺ നോക്കുന്നവർക്ക് കണ്ണും പൂട്ടിയെടുക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് കേട്ടോ. വേറെന്താ, ഫിംഗർ പ്രിൻറ്റിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചെന്നു തോന്നുന്നുണ്ട്. നല്ല ഫാസ്റ്റാണ് കേട്ടോ, ഇഷ്യൂസും കാണുന്നില്ല. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. എല്ലാ സംഭവങ്ങളും അത്യാവശ്യം നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഇത് വൈറ്റ് കളറാണ്, നമുക്ക് വൈറ്റും ബ്ലാക്കും ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ ഉണ്ട്. ബ്ലൂ കിട്ടണമെങ്കിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ വാങ്ങിക്കേണ്ടി വരും. പിന്നെ വൈറ്റിലാകുമ്പോൾ നമുക്ക് ഈ സ്വിച്ചുകളൊക്കെ ബ്ലാക്ക് കളറാണ് കിട്ടുക കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെയുള്ളൂ നമുക്ക് ഇത്രയും ദിവസം നമ്മൾ ഉപയോഗിച്ചിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ റെക്കമെൻഡ് തന്നെയാണ്, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലേക്ക് നമ്മളിക്കൊന്ന് ഷെയർ ചെയ്ത്. നമ്മുടെ പുതിയ ചാനലാണ് GHS വേൾഡ് എന്ന് പറയുന്നത്, കാണാത്ത പോയി കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ അടിച്ച ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മൾ Instagram പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് കൂടെ അടിച്ചാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെലിഗ്രാം ചാനലും ഉണ്ട് കേട്ടോ, മറക്കണ്ട. അടുത്ത കാണാം.